നമസ്കാരം. ഇപ്പൊ നമ്മുടെ തൊടിയിലൊക്കെ കണ്ണിമാങ്ങയൊക്കെ നിറയെ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങിയിട്ടുണ്ടാവില്ലേ? അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്നാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പൊ പിക്കിൾസ് ആയിട്ടുള്ളതൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കടുക് ചേർത്തിട്ടുള്ള പിക്കിളിനൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോയുടെ ലാസ്റ്റ് അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇന്നിപ്പോ ഞാൻ ഇതില് എനിക്ക് അധികം വ്യൂസ് വരാത്ത ആൾക്കാരിലേക്ക് അധികം പോവാത്ത പഴയ ചെയ്തിട്ടുള്ള 2 വീഡിയോസ് ഇതിന്റെ കൂടെ ഞാൻ ചേർക്കാം കേട്ടോ. അപ്പൊ അറിയാത്തവർക്ക് കണ്ണിമാങ്ങ ഇങ്ങനെയും ചെയ്യുമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയണത് ഉപ്പിലിട്ട് വെക്കുക എന്നുള്ളതാണ് അല്ലെ? തിളപ്പിച്ചാറിയ വെള്ളത്തില് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെക്കും. കഞ്ഞിയുടെ കൂടെയൊക്കെ ഒരു ചെറിയ കഷ്ണം ഉപ്പിലിട്ട കണ്ണിമാങ്ങയും പപ്പടവും ചുട്ട പപ്പടവും ഉണ്ടെങ്കിൽ നല്ല സ്വാദാണ്. പിന്നെ ഇതുപോലെ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നൊസ്റ്റാൾജിയ അല്ല, എനിക്ക് ഇപ്പോഴേ വായിൽ വെള്ളം വരുന്നു. നല്ലൊരു തോർത്തുമുണ്ടിലോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടന്റെ തുണിയിലോ മാങ്ങ ഉപ്പും അതുപോലെ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് കല്ലിൽ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ചതച്ച് കഴിക്കാനായിട്ട് നല്ല സ്വാദാണ്. ഈ മാങ്ങയുടെ ഇടയിൽ കൂടി ചേന കയറി വരുമ്പോൾ ആരും പേടിക്കണ്ട കേട്ടോ. തൊടിയിൽ ഇങ്ങനെ ചേന ചാണകത്തിൽ പൊതിഞ്ഞ് വെയിലത്ത് വെച്ചിരിക്കണ കണ്ടപ്പോൾ ഞാൻ വെറുതെ അത് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തതാണ്. ചേന നടാനുള്ള ഒരു എളുപ്പ വഴിയാണ്. വലിയൊരു ചേന മുള വന്നൊരു ചേനേനെ 4 ആക്കി നടുഭാഗം നോക്കി 4 ആക്കിയിട്ട് ഇതുപോലെ ചാണകത്തിൽ പൊതിഞ്ഞ് വെയിലത്ത് വെച്ചാലേ പെട്ടെന്ന് മുള വന്നിട്ട് നടാൻ എളുപ്പമാണ്. അപ്പൊ കൂടുതൽ പറയണില്ല കേട്ടോ. കണ്ണിമാങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടോളൂ. നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് 2 മാങ്ങ, പച്ചമാങ്ങ തൊലിയോട് കൂടിയിട്ട് തന്നെ ചെറുതാക്കി പൊടി പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ ഉണ്ടമുളക് എരിവുള്ളത് 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ പച്ചമുളകും മുളക് പൊടിയും അവരവരുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഏകദേശം 1 ടീസ്പൂണോളം കായപ്പൊടി, അതായത് കായം വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂണോളം ഉലുവപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത്, വീണ്ടും 1/2 ടീസ്പൂണോളം ജീരകപ്പൊടി. ജീരകപ്പൊടി എന്ന് പറയുമ്പോൾ ജീരകം വറുത്തിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. ഇപ്പൊ എല്ലാ പൊടികളും നമ്മൾ വറുത്ത് പൊടിച്ചതാണ് മുളക് പൊടി ഒഴിച്ചിട്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് ചേർക്കുകയാണ്. ഇതില് നമ്മൾ ഇതൊന്നും വേവിക്കുന്നില്ല, പച്ചമുളക് ഒന്നും നമ്മൾ വേവിക്കില്ല. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയണത് വറുത്ത് പൊടിച്ച ജീരകം, വറുത്ത് പൊടിച്ച ഉലുവ, വറുത്ത് പൊടിച്ച കായം എന്നൊക്കെ പറയാൻ കാരണം ഇതിന് വേറെ വേവ് ഒന്നും വരണില്ല. വറുത്തിടുക, എണ്ണയിൽ നമ്മൾ കടുകും മുളകൊക്കെ വറുത്തിടുക മാത്രമാണ് ചെയ്യണുള്ളൂ. ഇനി വേണ്ടത് എന്താ വെച്ചാൽ ഇതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. പൊടികളെല്ലായിടത്തും പെരളണ വിധത്തിൽ നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കണം എന്താ വെച്ചാൽ തൈരാണ്. അത് അധികം പുളിയില്ലാത്ത തൈര് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഏകദേശം 1/4 ഗ്ലാസ്. ഇനി തൈരും കൂടിയിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മളൊരു 1/4 ഗ്ലാസ് തൈരും കൂടിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പം മൊത്തം 1 ഗ്ലാസ് തൈരാണ് ഒഴിച്ചിരിക്കുന്നത്. അത് മാങ്ങയുടെ പുളിയും തൈരിന്റെ പുളിയും ഒക്കെ അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. 1 ഗ്ലാസ് തൈര് എടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് തന്നെ വേണം കേട്ടോ. പൊതുവേ ഈ ഒരു കറി ഉണ്ടാക്കുന്ന സമയത്ത് പുളിയില്ലാത്ത തൈരാണ് ചേരുള്ളൂ. ഇതിന് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അത് ചേരില്ല. ഇനി ഉപ്പ് നോക്കുക, പാകത്തിനാണോ നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള വറവാണ്. അങ്ങനെ നമ്മൾ വറുത്തിട്ടു. ഇതിനെ വറുത്തിടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്, നല്ലെണ്ണയല്ല. ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 2 ടീസ്പൂൺ കടുക്, നല്ലോണം 1 പിടി കറിവേപ്പില, 4-5 വറ്റൽമുളക്, ഇത്രയും കാര്യങ്ങളാണ് വറുത്തിട്ടിരിക്കുന്നത്. ഇനി ഇതിങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇപ്പൊ തന്നെ നമുക്കിത് കൂട്ടിയിട്ട് ഊണയിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഒരു ദിവസം ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പിറ്റേ ദിവസത്തേക്കാണ് ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കഞ്ഞിയുടെ കൂടെ ഒക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും. കയ്യിൽ നല്ലോണം 2 പിടി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് കിച്ചടി ഉണ്ടാക്കാൻ പോവുകയാണ്. കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ണിമാങ്ങയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സ്വാദ് കണ്ണിമാങ്ങയ്ക്കാണ് കേട്ടോ. അതൊരു പ്രത്യേക സ്വാദാണ്. ഒരു 10-12 കണ്ണിമാങ്ങ, അതിൽ കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നടു പിളർന്നിട്ട് അതിൻ്റെ ആ ഒരു അണ്ടി നീക്കിയ, അല്ലെങ്കിൽ കയ്പുണ്ടാവും ചിലപ്പോൾ. പക്ഷെ ഇതുപോലെ തീരെ ചെറുത് കണ്ടോ, കടുക് പോലെ ഇരിക്കുന്ന മാങ്ങകളാണെങ്കിൽ അങ്ങനെ എന്താ പറയുക, അതിൻ്റെ പൊളിച്ച് അതിൻ്റെ അണ്ടി നീക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ മുഴുവനോടെ ചേർത്താൽ മതി. ഇനി വേണ്ടത് ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ടൊരു 4-5 വറ്റൽമുളക്, പിന്നെ കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ പച്ചക്കടുക്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ചതച്ചെടുക്കണം. ഇത് ചതച്ചെടുക്കുമ്പോൾ എന്ന് പറയാം, മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ നമുക്ക് ആദ്യം ഒന്ന് ചതച്ച് നോക്കാം. വല്ലാണ്ട് ചതയാണ്ടിരിക്കുമ്പോൾ മാത്രം ഒരല്പം വെള്ളം, അതായത് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒരു പരിക്കനെ, വല്ലാണ്ട് നൈസാവാണ്ട് പരിക്കനെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് പച്ചമാങ്ങ, കണ്ണിമാങ്ങയ്ക്ക് പകരം പുളിയുള്ള മാങ്ങയാണ് ഉപയോഗിക്കണമെങ്കിൽ നമ്മളൊരു പൂള്, ഒരു പച്ചമാങ്ങയുടെ ഒരു പൂള് മതിയാവും കേട്ടോ.
ഇതിങ്ങനെ പരുക്കനെ അരച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ, കണ്ണിമാങ്ങ ഇങ്ങനെ ചതഞ്ഞ പോലെ അവിടെ ഇവിടെയായിട്ട് കണ്ണിമാങ്ങയുടെ കഷ്ണങ്ങൾ കുറേശ്ശെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ, അത് നമ്മളിങ്ങനെ കുറേശ്ശെ കടിക്കണത് ഒരു പ്രത്യേക സ്വാദാണ്. അതിലേക്ക് മോരൊഴിക്കാൻ വേണ്ടി പോവുകയാണ്. അധികം പുളിയില്ലാത്ത മോരാണ് നന്നായിരിക്കുക. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് ചേർക്കുമ്പോൾ അറിയാലോ, പുളി തീരെ കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. അങ്ങനെ മോരൊഴിക്കണതിന് കൃത്യമായിട്ടൊരളവ് പറയാൻ പറ്റില്ല. ഇനി നമ്മൾ നല്ലോണം കണ്ണിമാങ്ങയ്ക്ക് പകരം പുളിയുള്ള നല്ല പച്ചമാങ്ങയുടെ ഒരു കഷ്ണമാണ് എടുക്കണമെങ്കിൽ മോര് അതിനനുസരിച്ച് കുറയ്ക്കേണ്ടി വരും. കണ്ണിമാങ്ങ ആകുമ്പോൾ കണ്ണിമാങ്ങയുടെ ഒരു വാസനയാണ് ശരിക്കും മുമ്പിൽ നിൽക്കുക. കണ്ണിമാങ്ങയും പച്ചക്കടുകും കൂടി അരയ്ക്കുമ്പോൾ ഉള്ള വാസന ശരിക്കും എന്താ പറയുക, അത് അങ്ങോട്ട് കൂട്ടി ഉണ്ണുമ്പോഴത്തെ ഒരു സ്വാദും ഒരു പ്രത്യേകത തന്നെയാണ്. അത് അത്രയൊന്നും പച്ചമാങ്ങയുടെ കഷ്ണം എടുക്കുമ്പോൾ കിട്ടില്ല കേട്ടോ. ഉപ്പ് നമ്മൾ നേരത്തെ അരച്ചതിൽ ഇട്ടിരുന്നു, പക്ഷെ മോര് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഉപ്പിടേണ്ടി വരും. ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിലുള്ള കിച്ചടി. കണ്ടില്ലേ, ഇത് വേവിക്കേണ്ട ആവശ്യം പോലും ഇല്ല, കഴിഞ്ഞു. ഇതാണ് പച്ചമാങ്ങ അല്ലെങ്കിൽ കണ്ണിമാങ്ങ കിച്ചടി.